ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിശുദ്ധമായ നിമിഷത്തിലേക്ക് കർത്താവായ ദൈവം, സൈന്യങ്ങളുടെ ദൈവം നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ഇത് ഒരു സാധാരണ പ്രാർത്ഥനയല്ല, ഇത് സൈന്യങ്ങളുടെ കർത്താവുമായുള്ള ദൈവികമായ ഒരു സമാഗമമാണ്. ഇന്ന് നിങ്ങൾ തിരസ്കരണവും വേദനയും പരാജയങ്ങളും നേരിട്ടിട്ടുണ്ട് എങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും സമാധാനവും അത്ഭുതവും നൽകുന്ന പ്രാർത്ഥനയാണ്. അവസാനം വരെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥനയിലാകാം. പ്രാർത്ഥനയുടെ ശക്തിയും വിശ്വാസത്തിൻ്റെ ശക്തിയും ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 14 അധ്യായം 14 വാക്യം: കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ വേദനയും തിക്താനുഭവങ്ങളും നിറഞ്ഞ ഹൃദയത്തോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നു. ഞങ്ങളുടെ കണ്ണീരും വേദനയും പരാജയങ്ങളും മുറിവുകളും പിതാവേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ തുറന്നു വയ്ക്കുന്നു. മനുഷ്യരുടെ വാക്കുകൾ ഞങ്ങളെ വേദനിപ്പിച്ചു, ലോകത്തിൻ്റെ നിരാകരണം ഞങ്ങളെ തളർത്തി. പക്ഷേ നീ സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങ് ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങ് ചെങ്കടൽ പിളർന്നതുപോലെ, ചെങ്കടൽ രണ്ടായി പിളർന്നതുപോലെ നിന്റെ മക്കളെ തടസ്സങ്ങൾ കൂടാതെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചതുപോലെ ഞങ്ങളുടെ മുന്നിലെ അടഞ്ഞ വാതിലുകളെ നീ തുറക്കണമേ. മനുഷ്യർക്ക് അസാധ്യം എന്ന് പറയുന്നിടത്ത് നിനക്ക് എല്ലാം സാധ്യമാണ് എന്ന് തെളിയിക്കണമേ. എൻ്റെ ജീവിതത്തിലെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വഴിയടച്ച എല്ലാ തടസ്സങ്ങളും ഈ സമയം മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജെറിക്കോയുടെ മതിലുകൾ ഇടിഞ്ഞതുപോലെ എൻ്റെ പരാജയങ്ങളുടെയും നിരാശകളുടെയും മതിലുകൾ ഈ രാത്രിയിൽ ഇടിഞ്ഞു വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ആത്മാവിനെ അലട്ടുന്ന നിരാശ, ഭയം, പേടി, ക്ഷീണം, തളർച്ച എല്ലാം ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ദാവീദിനെ പോലെ ഞാൻ ചെറുതായിരിക്കാം, ബലഹീനനായിരിക്കാം, പക്ഷേ നീ തന്നെയാണ് എൻ്റെ ശക്തിയും ആയുധവും. എൻ്റെ പ്രശ്നങ്ങൾ, ഗൊലിയാത്തെന്ന എൻ്റെ പ്രശ്നങ്ങളെ, കടഭാരങ്ങളെ, രോഗങ്ങളെ, നിരാശകളെ ഈ രാത്രിയിൽ നീ തകർത്തെറിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ മുറിവുകൾ ഈ രാത്രിയിൽ സുഖപ്പെടുത്തണമേ. എൻ്റെ ശരീരത്തിലെ രോഗങ്ങൾക്ക് നീ സൗഖ്യം തരണമേ. എൻ്റെ ആത്മാവിൻ്റെ വേദനകളെ നീ ശാന്തമാക്കണമേ. ശക്തിയുടെ ഉറവിടമായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുറക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ ഇടപെടണമേ. വിശ്വാസത്തിൻ്റെ ഉറവിടമായ ദൈവമേ, ഇന്നീ രാത്രി എൻ്റെ ഹൃദയത്തിൽ ശക്തമായ ദൈവവിശ്വാസം വളർത്തിയെടുക്കണമേ. കർത്താവേ, പ്രാർത്ഥനയുടെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി, അത്ഭുതത്തിൻ്റെയും അടയാളങ്ങളുടെയും ശക്തി എന്നേക്കുമായി ഇന്നീ രാത്രിയിൽ പ്രവർത്തിക്കണമേ. എൻ്റെ കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റി സന്തോഷത്തിനുള്ള വക നൽകണമേ. എൻ്റെ ഭയം നീ എടുത്തു മാറ്റി എൻ്റെ ഹൃദയത്തിൽ ഈ രാത്രിയിൽ ധൈര്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന അടിക്കടിയുള്ള പരാജയം നിന്റെ ശക്തമായ ഇടപെടൽ കാരണം വിജയമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ ഞാൻ സമാധാനത്തിലും വിശ്വാസത്തിലും നിന്റെ സന്നിധിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിന്റെ അത്ഭുതകരമായ സാന്നിധ്യം എനിക്ക് സൗഖ്യവും വിടുതലും നൽകി
എൻ്റെ സ്വപ്നങ്ങളെ നീ പൂവണിയിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നീ പ്രവർത്തിക്കണമേ. ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവേ, ഈ രാത്രിയിൽ നിന്നെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. നിനക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ പോരാട്ടങ്ങളും വിജയഗീതത്തോടെ അവസാനിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് സുഖമായ നിദ്ര നൽകുന്ന ദൈവമേ, എൻ്റെ ആത്മാവിനെ ആശ്വസിപ്പിക്കുന്നവനെ, എൻ്റെ ഭാവി സുന്ദരമാക്കുന്നവനെ, നിനക്ക് ഞാൻ സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. ഈശോയെ, നിന്റെ ശക്തമായ കരങ്ങളിൽ ഞാൻ വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ കൂടി നീ ഈ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തണമേ. അവർക്കു വേണ്ടി നീ പൊരുതി നാളത്തെ പ്രഭാതത്തിൽ ഒരു വലിയ അത്ഭുത വിജയം കാണുന്നതിന് ഈ രാത്രിയിൽ നീ ഇവരുടെ ജീവിതത്തെ തൊടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് നേരെ അലറിയടുക്കുന്ന എല്ലാ കൊടുങ്കാറ്റുകളും ഈശോയെ നീ ശാന്തമാക്കണമേ. കടലിനെയും കാറ്റിനെയും ഒരു വാക്കുകൊണ്ട് ശാന്തമാക്കിയ കർത്താവായ ഈശോയെ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന എല്ലാ കൊടുങ്കാറ്റുകളെയും ശാന്തമാക്കി നിന്റെ അനന്തമായ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ നിന്ന് വൻ കൃപ ഒഴുകി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ശരീരത്തിന് സൗഖ്യവും അന്തരാത്മാവിന് സ്നേഹവും സമാധാനവും നിറച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നാളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ശുഭപ്രതീക്ഷയുമായി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്, അവിടുന്ന് എനിക്ക് വേണ്ടി പൊരുതുന്ന കർത്താവാണ്, ഞാൻ അവിടുത്തെ സന്നിധിയിൽ ശാന്തയായി ഇരുന്നാൽ മതി എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥന നീ കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ കൂടി എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ ഹൃദയത്തെ നീ സ്പർശിച്ചിരിക്കുന്നു, അവരെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, എന്തിനു വേണ്ടി ഈ മക്കൾ ഈ പ്രാർത്ഥനയിലൂടെ നിന്നോട് ചോദിക്കുന്നുവോ അത് ഈ രാത്രിയിൽ അവരുടെ ജീവിതത്തിൽ ഒരു മഹാ അത്ഭുതമായി നീ നടത്തി കൊടുക്കണമേ. നിന്നെ സ്തുതിക്കുവാൻ കർത്താവേ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ. നീ ചെയ്യാൻ പോകുന്ന എല്ലാ അത്ഭുതങ്ങളെയും പ്രതി ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ നീ ക്ഷമയോടെ കേൾക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കാൻ നീ തയ്യാറാകുകയും ചെയ്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ നിന്റെ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പൊരുതും, ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ ശാന്തമായിരുന്നാൽ മതി എന്ന നിന്റെ തിരുവചനം ഈ രാത്രിയിൽ അത് മാംസമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഭയം നീക്കി കർത്താവേ, നീ ആഗ്രഹിക്കുന്ന ചങ്കൂറ്റത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ജീവിതം നയിക്കാൻ, പ്രതിസന്ധികളെ മറികടക്കാൻ, ശാന്തമായി തന്നെ സൗമ്യമായി ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിൻ്റെ കരം പിടിച്ചതിനെ മറികടക്കുവാൻ ഞങ്ങളെ നീ പരിശീലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രശ്നങ്ങളെ കണ്ട് പതറാതെ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള ഒരേ ഒരു ദൈവത്തെ കണ്ട് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നതിന്, വിശ്വാസത്തോടെ ജീവിക്കുന്നതിന്, ധൈര്യത്തോടെ ജീവിക്കുന്നതിന് ദൈവമേ, ഇന്ന് രാത്രിയിൽ തന്നെ നീ എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ. ഒരു പുതിയ ശക്തി എന്നിൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കുന്ന, അനുഗ്രഹിക്കുന്ന, സൗഖ്യപ്പെടുത്തുന്ന, രക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന കർത്താവേ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്റെ വേദനയകറ്റി, ഹൃദയത്തിൻ്റെ നിരാശയും ദുഃഖവും അകറ്റി, ആത്മവിശ്വാസം നൽകി, സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ അവിടുത്തെ പൊൻകരങ്ങളിൽ നിന്നെ കാത്തു സൂക്ഷിക്കട്ടെ. അതിരാവിലെ അവിടുത്തെ അത്ഭുതം കാണാൻ, അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ, അവിടുത്തെ പുതിയ നന്മകളെ, അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാൻ, ഒരു പുതിയ ദിവസത്തെ വരവേൽക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തർ ആയുസ്സും ആരോഗ്യവും നൽകി ഉണർത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ രാത്രിയിൽ നിന്നോട് കൂടെ ഉണ്ടാകും. ഈ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ട് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിൽ നിങ്ങളും പങ്കുകാരാകുക. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.